എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മറ്റൊരു ടേമാണ് മൊളാരിറ്റി. മോൾ ഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അതിന് മുന്നേ നമ്മൾ വേറെയും ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അതുപോലെ പാർട്സ് പെർ മില്യൺ PPM, മോൾ ഫ്രാക്ഷൻ. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടേമുകളാണ്, മൊളാരിറ്റിയും അതുപോലെ മൊളാലിറ്റിയും. എന്താണ് മൊളാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് നമ്മൾ മോൾസിലും അതുപോലെ സൊല്യൂഷൻ്റെ എമൗണ്ട് നമ്മൾ ലിറ്ററിലുമാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. ഒരു ലിറ്റർ സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് അത് സൊല്യൂട്ട് ഉള്ളത്, അതാണ് അതിൻ്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മാത്തമാറ്റിക്കലായിട്ട് എഴുതുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ്. അപ്പം അങ്ങനെ നമുക്ക് മോൾസ് കിട്ടും. ഇനി വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നാണ് സൊല്യൂഷൻ. അത് ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ട് മോൾസിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അത് ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ എഴുതാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഒന്നുകൂടി നമ്മൾക്ക് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതൊരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ്. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഒരു ഡെഫിനറ്റ് എമൗണ്ട് മെഷർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ഉണ്ട്, 100 ml ഉണ്ട്, 500 ml ഉണ്ട്, 2 ലിറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കുകളുണ്ട്. ഇതിനെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. അപ്പോൾ അതിനൊരു ലോങ് നെക്ക് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു താഴെ ഒരു ബൾബ് ഉണ്ടായിരിക്കും, അതും അതിൻ്റെ വോളിയം എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ലബോറട്ടറിയിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. വോളിയോമെട്രിക് ഫ്ലാസ്ക് എന്നും ഇതിനെ അറിയപ്പെടും. ഇതൊരു ലിറ്റർ ആണെന്ന് വിചാരിക്കുക, ഒരു ലിറ്ററിൻ്റെ ഫ്ലാസ്ക് ആണെന്ന് വിചാരിക്കുക. ഇതിലെ എത്രയാണോ ഒരു ലിറ്റർ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ചേർന്നാണ് ടോട്ടൽ 1 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിൽ 1 മോളാണുള്ളതെങ്കിൽ 1 മോളാർ സൊല്യൂഷൻ എന്ന് പറയാം. 1 മോളാർ സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ 0.25 മോളാർ NaCl ഉള്ളതെന്ന് വിചാരിക്കുക. ടോട്ടൽ വോളിയം, സൊല്യൂഷൻ്റെ വോളിയം 1 ലിറ്ററാണ്. 1 ലിറ്ററിൻ്റെ ഫ്ലാസ്ക് ആണെങ്കിൽ അത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ്. അപ്പോൾ അതിൻ്റെ വോളിയം 1 ലിറ്ററാണ്. അതിലുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ മോൾസ് 0.25 മോൾസാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി അപ്പോൾ എത്രയായിരിക്കും? അപ്പോൾ 2.5 മോൾസ് NaCl, വോളിയം ഓഫ് സൊല്യൂഷൻ 1 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ മൊളാരിറ്റി എത്രയായിരിക്കും? 0.25 മോളാർ ഓർ 0.25 മോൾ പെർ ലിറ്റർ ആയിരിക്കും ഇതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സൊല്യൂട്ടിൻ്റെ മോൾസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് അതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു റേഷ്യോ ആണ്. അപ്പോൾ അതായത് ഇതിൽ നിന്ന് നമ്മൾ ഇതൊരു യൂണിഫോം കോൺസെൻട്രേഷൻ ആക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ ഒരു ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള മോൾസ് കുറയും, അതിനനുസരിച്ച് അതിൻ്റെ വോളിയവും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റേഷ്യോ ചെയ്തുകൊണ്ട് നമ്മളിത് യൂണിഫോം കോൺസെൻട്രേഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പകുതി എടുത്താലും, ഇതിപ്പോൾ പകുതി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി മോൾസാണ് ഇതിലുണ്ടാവുള്ളൂ, പകുതി വോളിയം ഉണ്ടാവുള്ളൂ, അതായത് 500 ml ഉണ്ടാവും. അപ്പോഴും അതിൻ്റെ മൊളാരിറ്റി സെയിം ആയിരിക്കും. അതായത് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഇൻറ്റൻസിറ്റി പ്രോപ്പർട്ടിയാണ്, എമൗണ്ടിനെ ആശ്രയിക്കാത്ത ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം. നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൗ വിൽ യു പ്രിപ്പയർ 1 മോളാർ സൊല്യൂഷൻ? എങ്ങനെയാണ് നിങ്ങൾ 1 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കുക? അപ്പോൾ എന്ത് ചെയ്താൽ മതി? NaOH 1 മോള് നമ്മൾ ഉണ്ടാക്കുക, 1 മോൾ എടുക്കുക. അത് നിങ്ങൾ 1 ലിറ്റർ സൊല്യൂഷനിൽ 1 മോളാർ ആയിരിക്കും എന്നുള്ളതാണ്.
1 മോൾ എന്ന് പറഞ്ഞാൽ NaOH എത്രയായിരിക്കും? ഈക്വൽ ടു 40 ഗ്രാം. 40 ഗ്രാം എടുത്താലാണ് 1 മോൾ ആവുക. എങ്ങനെ കിട്ടിയത്? സോഡിയം 23, ഓക്സിജൻ 16, 16, ഹൈഡ്രജൻ 1. ഇതിനാണ് കൂട്ടി കഴിഞ്ഞാൽ 23 + 16 39 + 1 40. അപ്പോൾ 40 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1 മോളായി. എന്നിട്ട് അതൊരു ലിറ്റർ സൊല്യൂഷൻ ആക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് ആദ്യം നിങ്ങൾ 40 ഗ്രാം NaOH ആഡ് ചെയ്യുക. വെയിറ്റ് കണ്ടിട്ട് NaOH ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാട്ടർ ആഡ് ചെയ്തിട്ട് 1 ലിറ്റർ ആക്കുക. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഒരു ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ 1 ലിറ്റർ വാട്ടർ എടുത്ത് അതിലേക്ക് 40 ഗ്രാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40 ഗ്രാം 1 മോൾ എന്നുള്ളത് എത്രയാവും? 1 ലിറ്ററിനേക്കാൾ കൂടുതൽ എമൗണ്ട് സൊല്യൂഷനിലായിട്ട് മാറും. സൊല്യൂട്ടും സോൾവെൻ്റെയും അളവാണ് 1 ലിറ്ററിന് ആവേണ്ടത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അപ്പോൾ 1 ലിറ്ററിലേക്കാണ്, രണ്ടും കൂടി ഇട്ടാവുമ്പോഴാണ് 1 ലിറ്റർ ആവുന്നത്. അപ്പോൾ 40 ഗ്രാം ഡിസോൾഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 1 മോളാർ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ 40 ഗ്രാം NaOH ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ ഈക്വൽ ടു 1 മോളാർ സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ആദ്യം 40 ഗ്രാം ആഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്ത് യൂണിഫോം കോൺസെൻട്രേഷൻ ആക്കി കഴിഞ്ഞാൽ അത് 1 മോളാർ സൊല്യൂഷനായി. ഇനി നിങ്ങൾ 80 ഗ്രാമാണ് ഇതിലേക്ക് ആഡ് ചെയ്തെങ്കിലോ? 80 ഗ്രാമാണ് നിങ്ങൾ ആഡ് ചെയ്തെങ്കിൽ 80 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മോളാ? 2 മോളാണ്. 80 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് NaOH 40. മോൾസ് കിട്ടാനായിട്ട് വെയിറ്റിംഗ് ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് 40. 80 ബൈ 40 ഈക്വൽ ടു 2. 2 മോളാണ്. അപ്പോൾ 2 മോളാണ് 1 ലിറ്റർ വാട്ടറിൽ. അപ്പോൾ എത്രയായിരിക്കും? 2 മോളാർ സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. ഇനി 20 ഗ്രാം NaOH ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ, 1 ലിറ്റർ എടുത്തെങ്കിൽ എത്രയായിരിക്കും? 20 എന്ന് പറഞ്ഞാൽ 40 and 1 മോൾ, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്രയാ? 0.5 ഉള്ളൂ. അപ്പോൾ 0.5 മോളാർ സെമി മോളാർ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇനി 4 ഗ്രാം NaOH ഇൻ 1 ലിറ്റർ ആണ് എടുത്തതെങ്കിൽ 4 ഗ്രാം നമ്പർ മോൾസ് എത്രയാ? 4/40, 0.1 ഉള്ളൂ. ഡെസി മോളാർ സൊല്യൂഷനാണ്, 0.1 മോളാർ സൊല്യൂഷനാണ്. ഇനി 40 ഗ്രാം നിങ്ങൾ 500 ml ആണ് എടുത്തതെങ്കിൽ, ഇത് 1 ലിറ്ററിലല്ല നിങ്ങൾ എടുത്തത്. എത്രയാണ് നിങ്ങൾ എടുത്തത്? 500 ml ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്കാണ് നിങ്ങൾ ആഡ് ചെയ്തെന്ന് വിചാരിക്കുക. 40 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോളാണ്. 1 മോളാണ് 40 NaOH കഴിഞ്ഞാൽ 40/40 NaOH 1 മോളാണ്. പക്ഷെ നിങ്ങളവിടെ ഡിസോൾവ് ചെയ്തിട്ട് എത്ര എമൗണ്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയത്? 500 ml ഉണ്ടാക്കിയത്. വോളിയം കുറഞ്ഞു. അപ്പോൾ അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ 2 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്തു. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. മധുരം നമുക്കറിയാം എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, പകുതി വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ്സിൽ പകുതി വെള്ളം എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ സെയിം എമൗണ്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. എന്താ സംഭവിക്കുക? മധുരം കൂടുതലുണ്ടാവുക ചെയ്യുക. അതായത് കോൺസെൻട്രേഷൻ കൂടുക ചെയ്യുക. സോൾവെൻറ്റിൻ്റെ അളവ് കുറയുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുക ചെയ്യുക. ഇവിടെ എത്രയ്ക്ക് കുറച്ചു? 40 ഗ്രാം ഇൻ 1 ലിറ്റർ ആണെങ്കിൽ 1 മോളാർ സൊല്യൂഷൻ ആകുമായിരുന്നു. പക്ഷേ ഇവിടെ 40 ഗ്രാം ഇൻ 500 ഉള്ളൂ. ഞാൻ പകുതിയായിട്ട് പറഞ്ഞപ്പോൾ എന്താവും? ഇരട്ടിയാവും. അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതുള്ളൂ. 40 ഡിവൈഡ് ബൈ 40 1 മോളാണ്. ഇനി സൊല്യൂഷൻ്റെ വോളിയം നമ്മൾ ലിറ്ററിലാക്കുന്ന എന്ത്? 500 ഡിവൈഡഡ് ബൈ 1000. എന്നിട്ട് നിങ്ങൾ 1നെ 500 0.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 2 മോളാർ ആയിരിക്കും. ഓക്കെ, അടുത്തത് 40 ഗ്രാം NaOH ഇൻ 100 ml. 100 ml 10-1 നമ്മൾ ഇതിൻ്റെ വോളിയം കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ 10 ഇരട്ടിയാവുക ചെയ്യുക. അപ്പോൾ അതായത് 10 മോളാർ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ മോളാരിറ്റിയെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 80 ഗ്രാം NaOH ഇൻ 500 ml. 80 ഗ്രാം 2 മോളാണ്. 500 ml കഴിഞ്ഞാൽ വീണ്ടും 2 ഇരട്ടി. അപ്പോൾ 4 മോളാർ സൊല്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനക്കണക്കായിട്ട് പറയാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താ? മോളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. 20 ഗ്രാം NaOH ഇൻ 500 ml. 20 ഗ്രാം NaOH ഇൻ 500 എത്രയായിരിക്കും? 20 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.5 മോളാണ് ഇത്. പക്ഷേ 500 ml ആയതുകൊണ്ട് ഇരട്ടിയാവും അതിൻ്റെ കോൺസെൻട്രേഷൻ. ഇപ്പോൾ 1 മോളാർ സൊല്യൂഷനാണ്. അപ്പോൾ 1 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ
40 ഗ്രാം എണ്ണ വെച്ച് 1 ലിറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിലോ 500 ml. അപ്പോൾ എത്രയാണ് പറഞ്ഞത്, നിങ്ങളോട് എത്ര എമൗണ്ട് സൊല്യൂഷനാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്, അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വെയിറ്റ് കാണേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. Molarity is equal to moles of solute divided by volume of solution in liter. മോൾസ് ഓഫ് സൊല്യൂട്ട് കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ബി എന്നാണ് നമ്മൾ എപ്പോഴും സൊല്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് WB, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എം എന്നുള്ള ലെറ്റർ ബി MB, WB/MB, മോളിക്കുലർ മാസ് MB ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. ഇപ്പോൾ സാധാരണ രീതിയിൽ ML ആണ് തരുന്നതെങ്കിൽ 500 ml, 100 ml, 250 ml അങ്ങനെ ML ആണ് തരുന്നതെങ്കിൽ നമ്മൾ ലിറ്റർ ആക്കാനായിട്ട് എന്ത് ചെയ്യണം, 1000 ml ആണ് ഒരു ലിറ്റർ. അതുകൊണ്ട് 1000 കൊണ്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൊളാരിറ്റി എന്നുള്ളത് നമുക്ക് ഈക്വേഷൻ എഴുതാം. M is equal to WB/MB into 1000/VML. ഇപ്പോൾ ഈ ഈക്വേഷൻ നമുക്ക് കാണാതെ പഠിക്കുകയും ചെയ്യാം. M is equal to WB/MB into 1000 divided by VML. അങ്ങനെ നമുക്ക് പ്രോബ്ലത്തിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, അതിൽ നിന്ന് നമുക്കിത് ഉണ്ടാക്കാവുന്നുള്ളൂ. ആദ്യം നിങ്ങൾ മോൾസ് സൊല്യൂട്ട് കണ്ടുപിടിക്കുക, വോളിയം സൊല്യൂഷൻ്റെ വോളിയത്തെ നിങ്ങൾ ലിറ്ററിലാക്കുക, ഡിവൈഡ് ചെയ്യുക, ആൻസറായി. ഇതിൽ ഓരോ ടേംസ് ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ ഓരോ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്, MB എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്, V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ML, M എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Calculate the molarity of solution that contains 5.8 gram KCl in 550 ml of the solution. സൊല്യൂഷൻ്റെ വോളിയം തന്നിട്ടുണ്ട് 550 ml ആണ് തന്നിട്ടുള്ളത്, ലിറ്ററിലല്ല. അപ്പോൾ അതിന് നമ്മൾ ലിറ്ററിലാക്കുക. പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 5.8, അതിന് മോൾസ് കണ്ടുപിടിക്കണം. അതിന് പൊട്ടാസ്യത്തിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ക്ലോറിൻ്റെ മാസ് തന്നിട്ടുണ്ട്, മോളിക്കുലർ മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. സൊല്യൂഷൻ്റെ വോളിയം നമ്മൾ ലിറ്ററിലാക്കുക, ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ WB എന്ന് പറഞ്ഞാൽ 5.8. മോളിക്കുലർ മാസ് കാണണമെങ്കിൽ, പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസ് കാണണമെങ്കിൽ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ 39.1 പ്ലസ് 35.45 = 74.5 കിട്ടി. ഇനി വോളിയം 550 ml ആണ്, മൊളാരിറ്റി എത്ര, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് മാത്തമെറ്റിക്കലാക്കി കഴിഞ്ഞു. ഇനി ഇക്വേഷൻ എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. M is equal to WB/MB into 1000 divided by VML. ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WB 5.8, 1000, അത് തന്നെ M എന്ന് പറയുന്നത് 74.55, വോളിയം ML 550 ml ആണ്. അപ്പോൾ 5.8 into 1000 divided by 74.55 into 550. അപ്പോൾ ആൻസർ 0.14 മൊളാർ എന്ന് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മോൾസ് കണ്ടുപിടിക്കുക സെപ്പറേറ്റ് ആയിട്ട്. വോളിയം ലിറ്റർ ആകാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.55 ml എന്ന് കിട്ടും, ലിറ്റർ എന്ന് കിട്ടും. അത് ഡിവൈഡ് ചെയ്യുന്ന 0.14. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ. വളരെ എളുപ്പമുള്ളതാണ് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഈ പ്രോബ്ലം, 2 പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്തിട്ട് എനിക്ക് ആൻസർ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, മറ്റൊരു ഹോംവർക്ക്, എളുപ്പമുള്ളൊരു ഹോംവർക്കാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടുള്ളതാണ് 2 പ്രോബ്ലങ്ങൾ. ഇതും നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഇതൊക്കെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. മൊളാരിറ്റി എന്താണ്, മോൾ ഫ്രാക്ഷൻ എന്താണ്, അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ടെമ്പറേച്ചർ ഇഫക്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൊളാരിറ്റി എന്നുള്ള ടേമിൻ്റെ ടെമ്പറേച്ചർ ഇഫക്റ്റ്. മൊളാരിറ്റി ടെമ്പറേച്ചർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മൊളാരിറ്റി കോൺസെൻട്രേഷൻ വ്യത്യാസം വരുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നമ്മൾ ഒരു കാലത്ത് നമ്മളൊരു സൊല്യൂഷൻ 1 ലിറ്ററിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചു എന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം വോളിയം ഇൻക്രീസ് ചെയ്യാം. വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച്
ഇപ്പോൾ 1 ലിറ്റർ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഒരു സൊല്യൂഷൻ്റെ മൊളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. കാരണം വോളിയം ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. വോളിയം ഒരു ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഡ്യൂ ടു ഡിപ്പെൻഡൻസ് ഓഫ് വോളിയം ഓൺ ടെമ്പറേച്ചർ. വോളിയം ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മൊളാരിറ്റി ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നതനുസരിച്ച് ചേഞ്ച്. അതേസമയം നമ്മൾ പഠിച്ചിട്ടുള്ള മാസ് പെർസെൻറ്റേജ്, ppm, മോൾ ഫ്രാക്ഷൻ, ഇനി പഠിക്കാൻ പോകുന്ന മൊളാലിറ്റി, ഇതൊന്നും ടെമ്പറേച്ചറിനെ ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊളാരിറ്റി നമ്മൾ ടെമ്പറേച്ചറിനെ ബാധിക്കുന്ന ഒരു ടേമാണ് എന്ന് പറയാം. അതും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇതിലിപ്പോൾ ഒരു കുറേ മൾട്ടിപ്പിൾ ചോയ്സ് തന്നിട്ട് ഇതിലേതാണ് ടെമ്പറേച്ചറിന് അഫക്റ്റ് ചെയ്യുന്ന ടേം ചോദിച്ചു കഴിഞ്ഞാൽ മൊളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ.